വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ചാത്തൻ്റെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഭ്രാന്താകും, അല്ലെങ്കിൽ എല്ലാം വലിച്ചെറിയ, അങ്ങനെ ഉള്ള ഒരുപാട് ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടത് ചാത്തൻ്റെ ദോഷം വന്നാൽ. അതേപോലെ തന്നെ ചൊവ്വ ക്ഷേത്രത്തിൽ നിന്ന് ബാധകൾ വന്നു കഴിഞ്ഞാൽ രക്തം പോക്കാവും കാണിക്കുക. ശക്തമായിരിക്കുന്ന രക്തം പോക്ക്. ആ രക്തം പോക്കിൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോവുകയും ചെയ്യും. അതുപോലെ മാസാണിയമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയുണ്ട്. ആ ദേവിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ദേവി ചുടലയിൽ കിടന്ന് പ്രസവിച്ചിരിക്കുന്നതായൊരു രൂപത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ മലർന്ന് കിടക്കുന്നു. അപ്പോൾ ഇതിന്ന് അങ്ങനെ കുട്ടി ഇറങ്ങി പോകണം, അങ്ങനത്തെ ഒരു ഭാവം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ എന്താന്ന് പറഞ്ഞാൽ പ്രത്യേകത, അവിടുത്തെ കടകളിലൊക്കെ പാക്കറ്റുകളിലായിട്ട് മിളക് ചുവന്ന മിളക് ഇങ്ങനെ നിറയെ എല്ലാ കടകളിലും നിറയെ ഇങ്ങനെ ഞാത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം അത് എന്തിനാന്ന് വെച്ചാൽ വരുന്ന വ്യക്തികളുടെ ശത്രുക്കളെ ദ്രോഹം ചെയ്യാനായിട്ട്, അവരില്ലായ്മ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രത്യേക ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ. അതിൽ ആർക്കും പരിഭവം ഇല്ലാന്നാണ് തോന്നണം. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് കണക്കിന് മുളക് മേടിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ റെസീറ്റൊക്കെ എടുത്ത് തന്നാൽ അവിടെ ഒരു ആട്ടുകല്ലുണ്ട്. ആ ആട്ടുകല്ലിൽ അതിന് ടോക്കെടുക്കണം. അവിടെ ഇട്ട് അരച്ച് നമ്മൾ തന്നെ അരയ്ക്കണം. അരച്ചിട്ട് അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഒരു കരിങ്കല്ലിൻ്റെ. ആ പ്രതിഷ്ഠ ഈ മിളക കൊണ്ട് വെച്ച് തേക്കും. അപ്പോൾ അവിടെയുള്ള കർമ്മി ഇതിൻ്റെ എന്നതാണ് വേണ്ട എന്നുള്ള പറയും ഇവർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫലിക്കുന്ന ആർക്കാണെന്ന് വെച്ചെങ്കിൽ അവരുടെ ശരീരത്തിലാണ് കൃത്യമായിട്ട് ബാധിക്കും. നാലാലൊന്നും മുടങ്ങാന്ന് പറഞ്ഞ പോലെ കയ്യും കാലൊക്കെ വലിഞ്ഞു മുറുകി വാദം പിടിച്ച പോലെയാവും, നിവർത്താൻ പറ്റാത്ത തരത്തിൽ. അല്ല ശക്തമായിട്ട് തലവേദന, കഴുത്തൊടിഞ്ഞ പോലെയാവുക, എണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതിലുണ്ടാകുക. കാരണം ഈ വാതരോഗം വന്ന് കൈകാലൊക്കെ കുഴഞ്ഞു പോയ പോലെ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ദേവിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് മാറ്റാൻ പറ്റിയില്ല വെച്ചെങ്കിൽ സർവനാശവും മരണമോ വരെ സംഭവിക്കാം. എന്നിട്ട് ആൾ പോവുള്ളൂ. എനിക്കൊക്കെ കുറേ അദ്ദേഹത്തിനെ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. പല മേഖലകളിലും, പല കർമ്മങ്ങളിലും, അങ്ങനെ പറയാം, പല കർമ്മങ്ങളിലും തമിഴ്നാട്ടിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് ശരിക്ക് കർമ്മം ചെയ്തിട്ട് ഒതുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് എന്നെ തേടി നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിലൊക്കെ വളരെ ദുരിതമുള്ള, വെറും ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന വേറെ കാര്യം പറയണം. അതുപോലെ ചില ദേവീക്ഷേത്രത്തിലെ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തരം പൂമ്പാറ്റ, വലിയൊരു തരം പൂമ്പാറ്റ ഉണ്ടാവും, കമ്പിളി പുതുപ്പ് പോലെ ഒരു വലിയൊരു പൂമ്പാറ്റ. അത് എന്താ പറയുക, ഒരു കണ്ണാടിയുടെ വലുപ്പത്തിലോ ഒക്കെ ആവും. ശരിക്കും പൂമ്പാറ്റ പോലെ, ഒരു കമ്പിളി പുതുപ്പ് പോലെ. അതിന് പ്രത്യേകം കണ്ണെഴുതിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാം. സ്വർണ്ണ കളറുള്ളതുണ്ട്. അപ്പോൾ ആ ദേവീക്ഷേത്രത്തിലെ ബാധകളോ അല്ലെങ്കിൽ വഴിപാടുള്ളത് കൊടുക്കാഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനോ അങ്ങനെ കാണിക്കാറുണ്ട്. എനിക്ക് ഒരു അനുഭവം പറഞ്ഞുതരാം. ഒരു പാർട്ടിക്ക് എന്നും വീട്ടിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എന്നും ആൾ ഒരുപാട് ബിസിനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പൈസയ്ക്ക് യാതൊരു തരത്തിലുള്ള പഞ്ഞില്ലാത്ത കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടി നോക്കാനായിട്ട് പോയിട്ടുണ്ട്, പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചിട്ട് വരുന്നത്. അങ്ങനെ ചാത്തൻ്റെ ദോഷമുണ്ട്, അല്ലാത്തതായ ദോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു വലിയൊരു കടയുണ്ടായിരുന്നു. ആ കട മറ്റൊരാളുടെ വഴക്ക് നിമിത്തം അവിടെ ഈ കടയെ പൂട്ടി. ഒരുപാട് സ്റ്റേഷനറിയും ചെരുപ്പും അതും ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇതാ പൂട്ടി. കട തുറക്കാൻ പറ്റുന്നില്ല, കടയിലേക്ക് ആർക്കും പോകാൻ പറ്റുന്നില്ല, കടയിലേക്ക് മേടിക്കാൻ വരാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ കടയിലും ഇവരുടെ വീട്ടിലും നിറയെ ഈ മലം വിസർജിച്ചിട്ടാണ് ഇട്ടുന്നത്. മലവിസർജനം നടത്തിയിട്ട് അത് ഒരു തരി പോലും കാല് വയ്ക്കാൻ പറ്റാത്ത പോലെ. ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, മലം വാരിയിടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്ന് പറയാം. ഇത് അതിലും ഭയങ്കര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അതുപോലെ ഈ യേശുവിൻ്റെ അതിൻ്റെ പടത്തിൻ്റെ കഴുത്ത് ഒടിച്ചിട്ട് വെട്ടിയിട്ട് അതിൽ വേറെ എന്തൊക്കെയോ വെച്ചിട്ട് മാന്ത്രിക പ്രവൃത്തികൾ ചെയ്തിട്ട് അത് കൊണ്ടിട്ടിക്കുക. ഗണപതിയുടെ കഴുത്ത് വെട്ടിയിട്ട് അതിൽ കുരുമുളക് അത് ഇത്യാദി സാധനങ്ങളൊക്കെ കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞ് ഇവരുടെ വീട്ടിലെത്തിക്കുക.
ഇതൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ദുരിതങ്ങളുണ്ടാവും. അപ്പോൾ ഈ മലവിസർജനം നടത്തുകയും അതുപോലെ അവിടെയുള്ള എല്ലാ പാത്രങ്ങളും അങ്ങോട്ട് വലിച്ചെറിയുക. ഇവരുടെ മേത്ത് കിട്ടവർ ഒളിച്ചിരിക്കുക. കട്ടിലായാലും അതേപോലെ കസേരയായാലും ഒക്കെ വലിച്ചെറിയാണ്. എല്ലാ പാത്രങ്ങളും വലിച്ചെറിയുക. അതൊരു തരി സ്ഥലത്ത് പോലും ഈ മലവിസർജനം നടത്താത്തില്ല. ഇത് ആരാ നോക്കുമ്പോൾ ആരും കാണാനില്ല. ഇത് പാത്രം താഴ്ത്തു നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ നോക്കുമ്പോൾ പാത്രങ്ങളാണ് വന്നിട്ട് വീഴുന്നത്. ആരും കാണാനില്ല. അങ്ങനെ ഭയങ്കര വിഷമായി. അപ്പം ഞാനും കർമ്മം ചെയ്ത് നോക്കിയിട്ട് ശക്തമായിരിക്കുന്നതായ ചാത്തൻ്റെ ദോഷങ്ങളുണ്ട്. ചാത്തൻ്റെ ഉണ്ട്, കരികുട്ടിയുടെ ഉണ്ട്, ഗുളികൻ്റെ ഉണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ ദോഷങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ടെല്ലാം മാറ്റി. വീണ്ടും അതേപോലെ തന്നെ വരണം. ചാത്തനെ കൊതുങ്ങി. അതാ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞത്. ചാത്തൻ്റെ ഒക്കെ ദോഷം വന്നു കഴിഞ്ഞാൽ ഇന്നതാണ്ടാവുക. അത് ഭയങ്കര ഭീകരമാണ്. അതിലും ഭീകരമാണ് ഇത്. ഈ ഗുളികൻ്റെതായ ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗുളികൻ്റെതായ കപ്പാസിറ്റിയോ അറിയുന്നതായ കർമ്മികളുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് വെച്ചാൽ അറിയാം. അപ്പം ഇതിൽ നോക്കുന്ന സമയത്ത് ഗുളികനെ കാണുന്നത്, ഗുളികൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേതം എന്നുള്ളതിലാണ് അല്ലെങ്കിൽ സർപ്പം എന്നുള്ളതിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമല്ല. പ്രേതങ്ങളതൊക്കെ ഉണ്ടായിരുന്ന കർമ്മങ്ങൾ ചെയ്ത് നീക്കി. പിന്നെ ഈ ചില സമയങ്ങളിൽ കോഴിക്കോട് നായക്കൂടിൻ്റെ അവിടെ നായ അങ്ങനെ കുറച്ച് ദീന അവിടെ കൂടിയിട്ടുള്ളതായ ഞരങ്ങിച്ച പേടിച്ചിട്ട് എന്തോ അടുത്തേക്ക് വരുന്നുണ്ട് എന്നെല്ലാം പേടിച്ചിട്ട് അദ്ദേഹം അതുപോലത്തെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർക്ക് ആകെയുള്ളൊരു ധൈര്യമാണ്, പുറത്ത് കിടന്നാലും നായ ഉണ്ടല്ലോ എന്നുള്ളതിൽ, വേറെ ആളും വരില്ല എന്നുള്ളതിൽ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ആളാണ് ഉള്ളത്. അങ്ങനെ അവർക്ക് ഉറങ്ങാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഭയങ്കരതായി അവന് വീണ്ടും കർമ്മം ചെയ്യണം. അപ്പോൾ കർമ്മം ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അപ്പം അതിൽ എന്താ കണ്ടുവെച്ചാൽ, ഇതിന് ഈ ഗുളികൻ്റെതായ കർമ്മങ്ങൾ ചെയ്ത് വിടുന്നതായ കർമ്മികളുണ്ട്. ഗുളികൻ്റെ കർമ്മങ്ങൾ മാത്രം ചെയ്ത് വിടുന്നത്. സാധാരണ നമ്മളിവിടെയുള്ള ഒരു ഗുളികനൊന്നുമല്ല. അല്ലെങ്കിൽ അത് സേവാമൂർത്തിയായിട്ടുള്ളതാണ്. അങ്ങനെ അത് വെച്ച് പൂജിക്കുന്ന കാസർഗോഡ് പോലുള്ളതായ ആ സ്ഥലങ്ങളിൽ പോയിട്ട് ഇവരൊരു അഡ്രസ്സ് കിട്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിന് മനസ്സിലാക്കാനും കിട്ടി കഴിഞ്ഞു. അവിടെയാണ് നിങ്ങൾ ഗുളികനെ കൃത്യമായിട്ട് വെച്ച് പൂജിക്കുന്നവരുള്ളത്. ഗുളികനെ ഇത്രയും ഇതായിട്ടുള്ള അതിൽ വെച്ച് പൂജിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, അപ്പം നമ്മുടെ നാടിൻ്റെ തന്നെ വടക്ക് ഭാഗത്തായിട്ട് അതിനെ കൃത്യമായിട്ട് ആചരിക്കുന്നവരുണ്ട്. അവർക്ക് എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് നല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് വിലയിൽ കൊടുത്തഴിച്ചാൽ ആ ശത്രു അതിൻ്റെ കൊടുത്തഴിച്ചാൽ ശത്രുവിൻ്റെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വീട്ടിൽ നിന്ന് വിട്ടുപോകില്ല. അത്രയും പവറുള്ള ഒരു സംഭവമാണ് ഈ ഗുളികൻ. അപ്പം അതിൽ പിന്നീട് എന്താ കണ്ടതെന്ന് പറഞ്ഞാൽ, അവരെ സന്തോഷിപ്പിക്കുക, എന്നിട്ട് പറയുക എൻ്റെ വീട്ടിൽ ഇന്നമാതിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ഗുളികൻ്റെ ദോഷത്തിനെ നമുക്ക് ഉപദ്രവിക്കാത്ത തരത്തിൽ അതിനെ പിടിച്ച് ഇവിടെ തിരിച്ച് വിളിക്കണം എന്ന് പറയാനായിട്ട് പോയത്. അപ്പോൾ 2-3 തവണ പോയിട്ട് അദ്ദേഹത്തിന് ഇയാളെ കാണാനായിട്ട് പറ്റിയില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വേറെ എവിടേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ആളുകൾ കാണാനും ചെന്നിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതേപോലത്തെ ആവശ്യങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ട്, കാരണം ഇത് ഒഴിയണില്ല, അയാൾക്കും വിഷമായി, ആ ചേട്ടന്മാർക്കും വിഷമായി, ചേച്ചിമാർക്കൊക്കെ വിഷമായി. കാരണം അവരുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അത് അകവും അടുക്കളയും മറ്റേ സ്റ്റോർ റൂമും എല്ലായിടത്തും ഈ അപ്പിയിട്ട് വെച്ചിരിക്കുക. എവിടെ നിന്നാണ് അത്ര അപ്പി വരുന്നത്? അപ്പം അത് മനുഷ്യ വിസർജനമാണ്. അപ്പം അങ്ങനെ അത് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് അത് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവരോട് പറഞ്ഞതിന് ശേഷം, ഇങ്ങനെ ദോഷങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ അവിടെ പോയി അദ്ദേഹത്തിന് 2-3 തവണ ചെന്നിട്ടാണ് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ റൂട്ട് അനുസരിച്ച് അദ്ദേഹം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളോട് പിന്നെ വലിയൊരു കണക്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഗുളികൻ എന്ന് പറഞ്ഞ മൂർത്തി അത് വളരെ ഉപദ്രവകാരിയാണ്. നമ്മളിവിടെ ഗുളികൻ എന്ന് പറഞ്ഞാൽ പ്രേതങ്ങളെ കാണാം. പ്രേതങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ശുക്രക്ഷേത്രത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക്
ഗുളികന അല്ലെങ്കിൽ രക്ഷസ അങ്ങനെ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ആ പ്രേതങ്ങളെ പറഞ്ഞിട്ടും അതിൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ അതിനെ കണ്ട് കർമ്മം ചെയ്തിട്ടും ഇദ്ദേഹത്തിന് യാതൊരു കുറവില്ല, വീട്ടിലേക്ക് കുറവില്ല. അപ്പോൾ അത്രയും ശക്തമായിരിക്കുന്ന മൂർത്തിയാണ് ഈ ഗുളികൻ ദൈവം എന്നുള്ളത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ചിലവർ ആ മൂർത്തിനെ കുളത്തഴിക്കുമ്പോൾ അവർ വിദ്വേഷണം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആഭിചാരത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നതായ സംഭവങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ കുരിശുണ്ട്, അല്ലെങ്കിൽ ഗണപതി തലയുണ്ട്, കുരുമുളകുണ്ട്, അതുണ്ട്, ഇതുണ്ട് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കൂട്ടുകളുണ്ട്. എന്തിനും കൂട്ടുകളാണ് വിജയിപ്പിക്കുന്നത്. ഒരാളുടെ കുടുംബം നശിക്കാൻ, ജീവിതം ഇല്ലാതാക്കാൻ, ചോര ഛർദ്ദിക്കാൻ, മരണപ്പെട്ടു പോകാനൊക്കെ ഈ മന്ത്രപ്രയോഗങ്ങളെ കൊണ്ട് സാധിക്കും. മന്ത്രപ്രയോഗങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അത് ഇന്ന കർമ്മങ്ങൾ ചെയ്ത് ആ മൂർത്തികളെ അതിൽ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി ഇന്ന ആളിനെ പോയിട്ട് ഉപദ്രവിക്കുന്ന ആളുടെ പേര്, നക്ഷത്രം, നരം, അതേപോലെ 15 പക്കം, അല്ലെങ്കിൽ എത്ര മാസം, ഏഴാഴ്ച, 15 പക്കം എന്നൊക്കെ പറയണത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ മന്ത്രങ്ങളും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റിലേക്ക്, ട്യൂബിലേക്കും ഒക്കെ മറ്റോ കണക്ഷൻ കൊടുക്കുന്ന പോലെ കണക്ഷൻ കറക്റ്റായിട്ടെങ്കിൽ ലൈറ്റ് കത്തും. അതേപോലെ ഇവിടെ കണക്ഷൻ കറക്റ്റ് അയച്ചെങ്കിൽ അവരുദ്ദേശിച്ച പോലെ ആ വ്യക്തികൾക്ക് അതിൻ്റെ ദോഷങ്ങളുണ്ടായിരിക്കും. അപ്പം അതിൽ പലരും അങ്ങനെ ചിന്തിക്കില്ല. കാരണം അങ്ങനെ വിചാരിക്കുമോ, സാധാരണ ഒരു പ്രേതത്തിൻ്റെ അതാവുമെന്ന് വിചാരിച്ചിട്ട് കർമ്മം ചെയ്യാം. ആ പ്രേതത്തിൽ ഒതുങ്ങുന്നതല്ല. അപ്പം അത് അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് താൽക്കാലിക ഒരു ധനലാഭത്തിന് വേണ്ടി ചെയ്തു വെക്കുന്ന പ്രവൃത്തികൾ അത് പലരുടെയും ജീവിതം നശിപ്പിക്കുന്നതാണ്, ശരീരം നശിപ്പിക്കുന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ചില ചുടില കരികൾ അതൊക്കെ വെച്ച് മന്ത്രം ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരമൊക്കെ തന്നെ ചുറിഞ്ഞിട്ടും വെന്തിട്ടും പൊട്ടിയിട്ടും അങ്ങനെ കയ്യും കാലൊക്കെ വലിച്ചു പിടിച്ചിങ്ങനെ കൂടിയിട്ടിരിക്കും. അല്ലെങ്കിൽ ഭ്രാന്ത് എന്താ കാണിക്കാന്നറിയില്ല, തല്ലിലും പിടിക്കലും അങ്ങനെയുള്ള ദുരിതങ്ങൾ വരിക. അപ്പം അതിനും മറികടക്കുന്ന ഒരു തരത്തിലാണ് ഈ ഗുളികൻ്റെ ദോഷം കണ്ടിട്ടുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആരും ആർക്ക് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. കർമ്മികൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ ഒരു നല്ലൊരു ഷോപ്പ്, ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഇതാണ് കാണുന്നത്, ആകെ നശിപ്പിച്ച് വൃത്തികേട്. ഇതൊക്കെ കോരാനും പറ്റില്ല, എന്തുകൊണ്ടോ കോരി കഴിയൽ വീണ്ടും അത്ര എന്നറിയാം. പിന്നെ അതിൽ കയറിയാലാണ് കാണണമല്ലോ. അപ്പം അതങ്ങനെ അവസാനിപ്പിച്ചൊരു സാധനം പോലും വിൽക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അതുപോലെ വീട്ടിലും അതേപോലെ തന്നെ അവസ്ഥ. അപ്പം അത് അവർ കണ്ടറിഞ്ഞ് നീങ്ങാനായിട്ട് തുടങ്ങി. ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നതാണ്. അങ്ങനെയാണ് ഈ ഇവർ കിടക്കുന്ന റൂമിൽ ഈ സാധനം കാണുക, കിടക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പൊതികൾ കണ്ടത്. ഒരു സ്ത്രീ അവിടെ ഇട്ട് ഇങ്ങനെ വട്ടം തിരിയാ ഇതിൻ്റെ ഉള്ളിൽ രാത്രിയിൽ തന്നെ. അപ്പം അതിൽ ആഭിചാരത്തിൽ വന്നിട്ടുള്ളതാണ് ആ ഗുളികൻ. അപ്പം കൃത്യമായിട്ട് അവിടെ അവരുടെ ദുരിതങ്ങളുണ്ടാക്കി, കൃത്യമായിട്ട് അവൻ്റെ എല്ലാ അടിത്തറങ്ങനെ ഇളക്കി പോയി. അടിത്തറ ഈ ഭൂമികുലുക്കം വന്ന പോലെ നശിച്ചു പോയി. അദ്ദേഹം നല്ല കോടീശ്വരനായിരുന്നു. അവസാനം നമ്മളിങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായി. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ചാത്തൻ്റെ ദോഷം വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഭ്രാന്ത് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഈ കല്ലേറ്, അതേപോലെ തന്നെ ശരീരത്തിന് ഇരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥകൾ. മറ്റുള്ളതായ സംഗതികൾ വരണമെന്ന് വെച്ചെങ്കിൽ അതിനെ രക്തം പോക്ക്, അല്ലെങ്കിൽ ശരീരം കഴുത്ത് പിടിച്ച് ഒട്ടിക്കുന്ന പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുക. അപ്പം അത് എല്ലാ ദൈവങ്ങളും ചെയ്യില്ല, എല്ലാ ദേവന്മാരും ചെയ്യില്ല. പക്ഷേ ഈ കർമ്മികൾ വെച്ച് പൂജിക്കുന്നവർ അത്തരം നിവേദ്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് സമർപ്പിച്ചതിന് സന്തോഷപ്പെടുത്തിയതിന് ശേഷം അവർക്ക് ഉത്തരവ് കൊടുക്കുക, ഇന്നാളെ പോയിട്ട് ശരിയാക്കിയിട്ട് വാ, ഇന്ന മാതിരിയാണ് അവനെ വേണ്ടെന്ന് അവരെന്നെ അവിടെ നിന്ന് ഉത്തരവ് കൊടുത്ത് പറഞ്ഞേക്കും. അപ്പം അത് കേൾക്കുന്ന ആ സംഭവം നേരെ വന്നിട്ട് ഇവരിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. അപ്പം അതെന്ത് തന്നെ ആയാലും അത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക.
അതേപോലെ നമ്മുടെ ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ ഇവർ വരുമ്പോൾ അവരുടേതായ ദൈവിക ശക്തി തന്നെ മറഞ്ഞു നിൽക്കുന്നൊരു ഇതായിരിക്കുക. കാരണം അത്രയും പവർഫുള്ളിലാണ് ഇവരുടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അവിടെയുള്ള ദൈവങ്ങളാണെങ്കിൽ ഇവർ വിളക്ക് വെക്കുന്നുണ്ടാവില്ല, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാം നശിപ്പിച്ചിട്ട് പോവർ. അപ്പോൾ അതിനെ നോക്കിയിട്ട് ധർമ്മദൈവങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ധർമ്മദൈവങ്ങൾക്ക് അതിൻ്റെ അശുദ്ധികളുണ്ട്, ദുരിതങ്ങളുണ്ട്, ബാധാദോഷമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിഹാരം അവിടെയും ചെയ്തതിന് ശേഷം അവർക്കൊരു കർമ്മപ്രീതി വരുത്തി ആചരിക്കുക, ശുദ്ധിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ വിട്ടുമാറാനുള്ള സാധ്യതകളുണ്ടാകും. അപ്പോൾ ധർമ്മദൈവാദികൾ എപ്പോഴും പവർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സഹായിയായിട്ട് അവരുണ്ടായിരിക്കും. നമുക്കൊരു സഹായിയായിട്ട് നമ്മുടെ ധർമ്മദൈവങ്ങൾ, കുലദൈവങ്ങളുണ്ടായിരിക്കും. അവരെന്നെ മറന്നിട്ട് മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ എത്തിക്കഴിഞ്ഞാലോ അവർക്ക് നമ്മളെ രക്ഷിക്കാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അത് കോഴീനെ അറുത്തിട്ടും ആടിനെ അറുത്തിട്ടും ഇനി പെരിച്ചാഴീനെ വരെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കർമ്മഞ്ഞിട്ട് കഴുത്തൊക്കെ മുറിച്ചിട്ട് അതിൽ മഞ്ഞൾ ഇങ്ങനെയൊക്കെ വെച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇവിടെ തളിക്കുന്ന ആളുകളുണ്ട്. അവർക്കും ഇതന്നെ അവസ്ഥ. ഏതൊരു കുടുംബത്തിൽ വന്നു വെച്ചാൽ സർവ്വനാശാവും. അവർക്ക് സാധാരണ മെൻസസ് പോലെ അതിലും ഉഗ്രനായിട്ട് പോവുക, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർ അറിയാറില്ല അങ്ങനെ. അപ്പം അത്രയും നീചമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരം കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. എനിക്കത് പറയുന്നുണ്ട് യാതൊരു വിഷമവുമില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പൂജകൾ അതുമാതിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരാളെ ദ്രോഹിക്കുമ്പോഴാണ് പലരുടെ കയ്യിൽ നിന്നും ധാരാളം സാമ്പത്തികം മേടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പരമാവധി ആരും അത് ഒഴിവാക്കാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. നിങ്ങളെ എവിടേക്കാണെങ്കിൽ പൊക്കോളെന്ന് പറയും. നിങ്ങളെ രക്ഷിക്കണോ അത് ഞാൻ എന്ത് വില കൊടുത്തിട്ടായാലും ശരി ഞാൻ രക്ഷപ്പെടുത്തും. അപ്പം അത് രക്ഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, മറ്റുള്ളൊരു കാര്യങ്ങളും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു ആവശ്യത്തിന് മാത്രമല്ലല്ലോ വരിക. പല കാര്യങ്ങളുണ്ട്. ഒരാളിനെ കൊല്ലണം, അല്ലെങ്കിൽ നാട് വിടണം, പരസ്പരം പിരിയണം, ഭ്രാന്താകണം, അല്ലെങ്കിൽ വശ്യമാക്കണം, ആ സ്ഥാപനം പൂട്ടി അദ്ദേഹം പോകണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പം അത് ആരുദ്ദേശിച്ചാണോ എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണോ എന്നുള്ളത് ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുക. അപ്പം അത് ആളെ ഉദ്ദേശിച്ചിട്ട് ചിലർ ഈ കാലിൻ്റെ അടിയിൽ മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ വസ്ത്രത്തിൽ നിന്ന് ഷർട്ടോ മുണ്ടോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കഷ്ണം കീറിയിട്ട് അദ്ദേഹം അതിൽ പൂട്ടും. അത് ആ വ്യക്തിനെ സങ്കല്പിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ, അനർത്ഥങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദോഷത്തിന് മാത്രമായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒരു നേരം പോലും ഇവർ ആലോചിക്കില്ല. കാരണം ഇവർക്ക് കിട്ടിയിട്ടുള്ളതായ ജോലി, ഇവർക്ക് കിട്ടിയിട്ടുള്ളതായ പണി എന്താ വെച്ചാൽ മറ്റുള്ള ഒരാളിനെ നശിപ്പിക്കുക എന്നാണ്. അപ്പം അതിന് എത്ര ആയിരങ്ങളോ അല്ലെങ്കിൽ 10,000 ലക്ഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതങ്ങനെ കരാറാക്കിയിട്ടാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഈ പൈസ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വേറെയും വരും. അവർക്ക് കയ്യിൽ കാശായി. അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കില്ല. അപ്പോൾ ചിലർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ആ മനസാക്ഷി ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ മനസാക്ഷി നോക്കുക. അല്ലെങ്കിൽ കുടുംബനാലാമേടം അദ്ദേഹത്തിൻ്റെ കാലം വരെ നന്നായിട്ടിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലാസ്റ്റിലേക്ക് ഈ ചോര ഛർദ്ദിച്ചിട്ടോ അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാതെയോ ഭ്രാന്തായിട്ടോ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ടോ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവർ ഇരുന്ന് നിരങ്ങുന്ന അവസ്ഥയുണ്ടാവുക. അപ്പം ആയതുകൊണ്ട് നമ്മളൊരു മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരു കർമ്മം ചെയ്യാനായിട്ട് പാടില്ല. സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ദ്രോഹിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം കർമ്മികളും മനസ്സിലാക്കുക, ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ തലമുറകൾക്കോ സർവനാശങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് വെച്ചാൽ അവർക്ക് വേണമെന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നന്ദി, നമസ്കാരം.